Module 5 Types of Insurance. Reinsurance. റീഇൻഷുറൻസ് എന്ന് പറയുന്നത് റിസ്കുകളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ജോയിൻ്റ്ലി ഒരു പ്രോപ്പർട്ടിയുടെ റിസ്ക് ഷെയർ ചെയ്യുന്നതിനെയാണ് റീഇൻഷുറൻസ് എന്ന് ചുരുക്കത്തിൽ പറയാം. ദെൻ ഇനി നമുക്ക് നോക്കാം. വെൻ മൾട്ടിപ്പിൾ ഇൻഷുറൻസ് കമ്പനി ഷെയർ ദെയർ റിസ്ക് ബൈ പർച്ചേസിംഗ് ഇൻഷുറൻസ് പോളിസീസ് ഫ്രം other insurers to limit the total loss of the original insurer in case of insured event occurs is called reinsurance. അപ്പോൾ റീഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പോളിസിയിലുള്ള റിസ്കുകളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റിസ്ക് മൂലമുണ്ടാകുന്ന ലോസുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ജോയിൻ്റായിട്ട് ഇൻഷുറൻസ് പോളിസീസ് ഷെയർ ചെയ്യുന്നതിനെയാണ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. Then reinsurance may be defined as a transaction in which one insurer agrees for a premium to indemnify other insurers against all or part of the loss that insurer may sustain under its policy or policies of insurance. അപ്പോൾ ഈ ഒരു പോളിസിയിൽ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ്. ഇതൊരു എഗ്രിമെൻ്റ് ആണ്. ബിറ്റ്വീൻ ആരായിരിക്കും? രണ്ട് ഇൻഷുറൻസ് കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. അവിടെ നമ്മൾ പറയുന്ന ഒരു പ്രീമിയം പേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ വരുന്ന ലോസുകളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ലോസുകളെ ഫുൾ ലോസിനോ അല്ലെങ്കിൽ പാർട്ട്ലി ഫുൾ ലോസിന് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ പാർട്ട്ലി നമ്മൾക്ക് ലോസ് രണ്ട് ഇൻഷുറൻസ് കമ്പനികൾ തമ്മിൽ ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് ഈ പറയുന്ന റീഇൻഷുറൻസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സ് ലിമിറ്റഡ് ഹാസ് എ ഫയർ ഇൻഷുറൻസ് പോളിസി ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ഫാക്ടറി വിത്ത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് rupees 400 crores and the company wants to transfer 50% of the risk to General Insurance Corporation of India. എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഒരു ഫയർ ഇൻഷുറൻസ് പോളിസി കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ആ ഫാക്ടറി അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 400 crore ആണ്. 400 crore എമൗണ്ടിനുള്ള ഇൻഷുറൻസ് പോളിസിയിലാണ് ഇവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്ക് ഈ 400 crore പകുതി 50% ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന് ട്രാൻസ്ഫർ ചെയ്യണം. Okay, in case of claim, New India Assurance Company has to pay the sum assured to X Limited and then claim 50% from GIC. In this case, X Limited has no relation or contract with GIC, but it has contract only with New India Assurance Company. അപ്പോൾ നമ്മൾ അങ്ങനെ 50% ട്രാൻസ്ഫർ ചെയ്തു. 400 crore 200 crore എൻ്റെ റിസ്ക് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനിലേക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ട്രാൻസ്ഫർ ചെയ്തു. ഇൻ കേസ് അവിടെ റിസ്ക് വന്നിട്ട് ആ പ്രോപ്പർട്ടിക്ക് ഡാമേജ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 400 crore കൊടുക്കണം അല്ലേ. 400 crore കൊടുക്കുന്നത് ഈ പറഞ്ഞ ആരാണ്? ഫസ്റ്റത്തെ ഇൻഷുറർ, അതായത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് ഈ 400 crore വരുന്ന എമൗണ്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ 50% ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്ക് GIC ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിന്നും ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ അതിൻ്റെ 50% അതായത് 200 crore ആർക്ക് കൊടുക്കണം? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻഷുർഡ്, അതായത് ഇൻഷുർ ചെയ്യുന്ന ആ വ്യക്തിയും സെക്കൻഡ് ഇൻഷുററും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ഫസ്റ്റ് ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ മാത്രമേ അവിടെ റിലേഷൻഷിപ്പ് വരുന്നുള്ളൂ. ദെൻ in the case of reinsurance, there is ceding company and accepting company. The primary insurer or the original insurer is called ceding company and the company to whom the portion of risk is passed is called accepting company. Then the accepting company receives a premium for taking the risk. ഇവിടെ സീഡിംഗ് കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ അക്സെപ്റ്റിംഗ് കമ്പനി ഉണ്ട്. സീഡിംഗ് കമ്പനി എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇൻഷുറർ ആണ്, അല്ലെങ്കിൽ ഒറിജിനൽ ഇൻഷുററിനെയാണ്, ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനിനെയാണ് സീഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. അക്സെപ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഇൻഷുറർ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യില്ല, അതായത് സെക്കൻഡ് ഇൻഷുററിനെയാണ് നമ്മൾ അക്സെപ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്നത്. അവിടെ റിസ്ക് പോർഷൻ ഓഫ് റിസ്ക്, ആ ഒരു ഫുൾ റിസ്കിൽ വരുന്ന ഒരു പോർഷൻ ഷെയർ ചെയ്യുന്ന പേഴ്സണെയാണ് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് അക്സെപ്റ്റിംഗ് കമ്പനി. ദെൻ ആ റിസ്ക് ടേക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ റിസ്ക് കവർ ചെയ്യുന്നതിന് ഈ അക്സെപ്റ്റിംഗ് കമ്പനി ഒരു പ്രീമിയം ചാർജ് ചെയ്യുന്നുണ്ട്. ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സീഡിംഗ് കമ്പനി ആൻഡ് അക്സെപ്റ്റിംഗ് കമ്പനി ഈസ് കോൾഡ് റീഇൻഷുറൻസ് ട്രീറ്റി. ഇവിടെ റീഇൻഷുറൻസ് ട്രീറ്റി എന്നാണ് ഈ സീഡിംഗ് കമ്പനിയും അക്സെപ്റ്റിംഗ് കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേര് റീഇൻഷുറൻസ് ട്രീറ്റി എന്നാണ്. ഇറ്റ് കവേഴ്സ് ഓൾ ടേംസ് റിലേറ്റിംഗ് ടു റിസ്ക് ബീയിങ് സീഡ്. ദെൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന റിസ്ക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ടേംസും കണ്ടീഷൻസും ഈ ഒരു റീഇൻഷുറൻസ് ട്രീറ്റിയിൽ വരുന്നുണ്ട്. ദെൻ അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർ ഫങ്ഷൻസ് ഓഫ് റീഇൻഷുറൻസ്. റീഇൻഷുറൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് റിസ്ക് ട്രാൻസ്ഫർ. ഇവിടെ ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി അവരുടെ ഫിനാൻഷ്യൽ ബർഡൻ കുറച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഇൻഷുറൻസ് കമ്പനീനെ ഏൽപ്പിക്കുന്നതാണ്. സോ അവിടെ റിസ്ക് ഫസ്റ്റ് ഇൻഷുററുടെ കയ്യിൽ നിന്നും സെക്കൻഡ് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
ദെൻ ഫേസിങ് കോമ്പറ്റീഷൻ. അവിടെ പറയുന്നത് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഈ പറയുന്ന റീ ഇൻഷുറൻസ്. ഇൻ കേസ് ചെറിയ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ വെന്യൂസൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെ വലിയ പോളിസീസൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, റിസ്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ റീ ഇൻഷുറൻസിൽ ഏർപ്പെട്ടുകൊണ്ട് ചെറിയ കമ്പനികൾ, ഇപ്പോൾ 2 ചെറിയ കമ്പനികൾ ചേർന്നുകൊണ്ട് ഒരു ഇൻഷുറൻസ് പോളിസി ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റിസ്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നില്ല. സോ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റെബിലൈസേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ്. ഇതിൽ പറയുന്നത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന് അവർ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് കൂടി നമ്മൾ റിസ്ക് കൂടുതലുള്ള പോളിസികളിൽ ഇൻവോൾവ് ആകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്ലെയിംസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ആ എമൗണ്ട് ഫുൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫുൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് നമ്മൾക്ക് ആ ഒരു പോളിസിക്ക് വേണ്ടിയിട്ട്, വലിയൊരു പോളിസിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോളിസിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് മുടക്കേണ്ടി വരും. സോ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഫുൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ഓപ്പറേഷൻസ് അവിടെ ഡൗൺ ആവും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു കമ്പനിയായിട്ട് റിസ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ടച്ച് ചെയ്യാതെ തന്നെ ആ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിമുകൾ പേ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ആണ് കാറ്റസ്ട്രോഫിക് പ്രൊട്ടക്ഷൻ. അവിടെ റീഇൻഷുറൻസ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കാറ്റസ്ട്രോഫിക് ലോസസ് റിസൾട്ടിങ് ഫ്രം എ സിംഗിൾ ഇവൻറ്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ കാറ്റസ്ട്രോഫിക് ഇവൻ്റ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റൽ കലാമിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസിനെയാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഫ്ലഡൊക്കെ വരികയാണെന്ന് വിചാരിക്കുക. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഏരിയയിൽ ഫ്ലഡൊക്കെ വന്ന സമയത്ത് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കുറേ ഓർഗനൈസേഷൻസ് ഈ ഒരു സിംഗിൾ ഇവൻറ്റിൽ പെട്ടു. ഓക്കെ, അവർക്ക് അതിൽ നിന്നും കുറേ ഡാമേജസ് ഉണ്ടായി. അപ്പോൾ ഈ പറയുന്ന കുറേ കമ്പനീസ് ചിലപ്പോൾ മെജോറിറ്റി കമ്പനീസും ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കമ്പനികളായിരിക്കും. അപ്പോൾ ഇവർക്കെല്ലാമുള്ള എമൗണ്ട് ക്ലെയിമുകൾ ഒരുമിച്ച് ആർക്ക് കൊടുക്കേണ്ടി വരും, ഇൻഷുറൻസ് കമ്പനികൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ള എമൗണ്ട് ഒരുമിച്ച് കൊടുക്കേണ്ടി വരും. കാരണം ഈ ഒരു സിംഗിൾ ഇവൻറ്റിലൂടെ കുറേ കമ്പനികൾ, ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും ക്ലെയിം ചെയ്യാൻ വരുന്ന ടൈമായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ സിംഗിൾ ഇവൻറ്റിലൂടെ കുറേ എമൗണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഇങ്ങനെയുള്ള ഫ്ലഡ് പോലുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന സമയത്ത് ഈ റിസ്ക് ഷെയർ ചെയ്യാനായിട്ട് റീ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിസ്ക് ഷെയർ ചെയ്തുകൊണ്ട് ആ ഒരു ഹ്യൂജ് എമൗണ്ട് ലോസ് ആവുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് റീ ഇൻഷുറൻസ്. ഫസ്റ്റ് വരുന്നത് ഫാക്കൽറ്റേറ്റീവ് റീ ഇൻഷുറൻസ്, ദെൻ റീ ഇൻഷുറൻസ് ബൈ ട്രീറ്റി നമ്മൾ പറഞ്ഞു, ദെൻ കോട്ട ഷെയർ ട്രീറ്റി റീ ഇൻഷുറൻസ്, ദെൻ സർപ്ലസ് ഷെയർ ട്രീറ്റി റീ ഇൻഷുറൻസ്, എക്സസ് ഓഫ് ലോസ് ട്രീറ്റി റീ ഇൻഷുറൻസ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓഫ് റീ ഇൻഷുറൻസുകളാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഫാക്കൽറ്റേറ്റീവ് റീ ഇൻഷുറൻസ്. It is a form of reinsurance where the original insurer, that is the ceding company, determines what level of risk it should maintain on any one policy and offer to share the remaining risk with another insurer for a premium. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കമ്പനി, അതായത് സീഡിങ് കമ്പനി അല്ലെങ്കിൽ ഒറിജിനൽ ഇൻഷുററിന് തീരുമാനിക്കാം എത്ര റിസ്ക് അവരുടെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ എത്ര റിസ്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഫസ്റ്റ് ഇൻഷുററാണ് അല്ലെങ്കിൽ സീഡിങ് കമ്പനിയാണ്. അതിനൊരു പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ഉണ്ടാവും, നമ്മൾ പറഞ്ഞു നേരത്തെ. ദസ് ഫാക്കൽറ്റേറ്റീവ് റീ ഇൻഷുറൻസ് ഇസ് എ ടൈപ്പ് ഓഫ് റീ ഇൻഷുറൻസ് കോൺട്രാക്ട് ദാറ്റ് കവേഴ്സ് എ സിംഗിൾ റിസ്ക്. ഒരു സിംഗിൾ റിസ്കിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാക്കൽറ്റേറ്റീവ് റീ ഇൻഷുറൻസ് പോളിസി യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ പ്രോപ്പർട്ടി ഇൻഷുറൻസ് കമ്പനി മേ നീഡ് reinsurance for one particular expensive and high risk property. In such situation facultative reinsurance is appropriate. അപ്പോൾ ഇൻ കേസ് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു പോളിസി വരികയാണ്. ഓക്കെ, അപ്പോൾ അവർ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൈ എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ടിൻ്റെ ഒരു റിസ്ക് ഉള്ള ഒരു പോളിസിയാണത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഒരു പോളിസി മാത്രം അവർക്ക് റീഇൻഷുർ ചെയ്യാം. ഓക്കെ, ആ ഒരു പോളിസി മാത്രം മറ്റേതെങ്കിലും ഇൻഷുററായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് റീഇൻഷുറൻസ് ആണ് ഫാക്കൽറ്റേറ്റീവ് റീഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇവർക്ക് തീരുമാനിക്കാം, അതായത് ഫസ്റ്റ് ഇൻഷുററിന് തീരുമാനിക്കാം ഏതൊക്കെ പോളിസീസ് ഷെയർ ചെയ്യണം, ഏതൊക്കെ പോളിസീസ് ഷെയർ ചെയ്യേണ്ട എന്നുള്ളത്. ഓക്കെ, however the reinsurer is not obliged to accept every risk. It allows a reinsurer company to review individual risk and determine whether to accept or reject the risk. അപ്പോൾ റീഇൻഷുററിന് ഇവിടെ തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ റിസ്ക് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് റീഇൻഷുററാണ് തീരുമാനിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് reinsurance by treaty. It is a reinsurance contract in which the reinsurance company agrees to accept all of a particular type of risk over a period of time from ceding insurance company.
നേരത്തെ നമ്മൾ പറഞ്ഞു ഫാക്കൽറ്റേറ്റീവ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസിൽ പറഞ്ഞു, റീ ഇൻഷുറൻസിൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു പെർട്ടിക്കുലർ പോളിസി ഹ്യൂജ് എമൗണ്ടിൻ്റെ ആണ് അല്ലെങ്കിൽ റിസ്ക് കൂടുതലുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു പോളിസി മാത്രം റീ ഇൻഷുററുമായിട്ട് ഷെയർ ചെയ്യാം. പക്ഷേ റീ ഇൻഷുറൻസ് ബൈ ട്രീറ്റിയിൽ പറയുന്നത് ഇവിടെ ഒരു പെർട്ടിക്കുലർ ടേം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 1 ഇയർ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1 ഇയറിനുള്ളിൽ ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി, അതായത് ഒറിജിനൽ ഇൻഷുറൻസ് കമ്പനിക്ക് വരുന്ന എല്ലാ റിസ്കുകളിൽ നിന്നും അവർക്ക് അല്ലെങ്കിൽ റീ ഇൻഷുറർ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു 1 ഇയർ ടേം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 1 ഇയറിനുള്ളിൽ ഒറിജിനൽ ഇൻഷുററിന് എന്തൊക്കെ പോളിസീസ് വരുന്നുണ്ടോ ആ പോളിസീസിൻ്റെ എല്ലാം ഷെയർ ഒരു പോർഷൻ ഈ റീ ഇൻഷുററിന് ഷെയർ കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ റീ ഇൻഷുറർ ആ ഒരു പോളിസിയിൽ റിസ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ടേമാണ് പറയുന്നത്. ആ പർട്ടിക്കുലർ പീരീഡിൽ വരുന്ന എല്ലാ പോളിസീസിലും ഈ റീ ഇൻഷുറർ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. Then, a reinsurance by treaty is merely an agreement between 2 or more insurance companies whereby one agrees to cede and other agrees to accept the insurance business as per the provisions mentioned in the treaty. ഇവിടെ 2 ഇൻഷുറേഴ്സ് ഉണ്ടാവും അല്ലേ. ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് ഒരാൾ ഫസ്റ്റ് ഇൻഷുറർ ആയിരിക്കും, ഒരാൾ സെക്കൻഡ് ഇൻഷുറർ ആയിരിക്കും. സോ അതിൽ ആരാണ് ഫസ്റ്റ് ഇൻഷുറർ, ആരാണ് സെക്കൻഡ് ഇൻഷുറർ എന്നുള്ളത് ഒരു കമ്പനിയുടെ പ്രൊവിഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ അവർ ഏർപ്പെടുന്ന സമയത്ത്, എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. Then, reinsurance by treaty covers a block of risk which indicates that the relationship between ceding company and the reinsurer is expected to be more long term. ഇവിടെ ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ആരൊക്കെ തമ്മിൽ? സീഡിങ് കമ്പനി, അതായത് ഒറിജിനൽ ഇൻഷുററും റീ ഇൻഷുററും തമ്മിലുള്ള ലോങ് ടേം റിലേഷൻഷിപ്പാണ്. അവിടെ ഒരു ബ്ലോക്ക് ഓഫ് റിസ്ക്, അതായത് ഒരു ടേമിൽ വരുന്ന എല്ലാ റിസ്കുകളെയും ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. Then, reinsurance of the insurer's entire work compensation is an example of reinsurance by treaty. അപ്പോൾ വർക്ക്മാൻസ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ വർക്കേഴ്സ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് റീ ഇൻഷുറൻസ് ബൈ ട്രീറ്റിയുടെ ഒരു എക്സാമ്പിളാണ്. ദെൻ ഫോളോയിങ് അതർ ടൈപ്പ് ഓഫ് റീ ഇൻഷുറൻസ് ബൈ ട്രീറ്റി. റീ ഇൻഷുറൻസ് ബൈ ട്രീറ്റിയുടെ കീഴിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് റീ ഇൻഷുറൻസുകളാണ്. ഫസ്റ്റ് വരുന്നത് കോട്ട ഷെയർ ട്രീറ്റി റീ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് നോൺ ആസ് എ പ്രൊപ്പോർഷണൽ റീ ഇൻഷുറൻസ്. ഇറ്റ് ഈസ് ഇൻ കേസ് a ceding company and the reinsurer uses a fixed percentage in sharing the amounts of insurance പോളിസി പ്രീമിയംസ് ആൻഡ് ലോസസ്. ഇവിടെ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത്രയും പെർസെൻറ്റേജിനുള്ള എമൗണ്ട് അല്ലെങ്കിൽ അത്രയും പെർസെൻറ്റേജ് ഓഫ് റിസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും പെർസെൻറ്റേജ് ഓഫ് പ്രീമിയം, അല്ലെങ്കിൽ അത്രയും പെർസെൻറ്റേജ് ഓഫ് ഇൻഷുറൻസ് എമൗണ്ട്, ഇത്രയും ആയിരിക്കും അവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് അവിടെ ഒരു പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത്രയും പെർസെൻറ്റേജ് ആയിരിക്കും അവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ഇൻ പ്രോപ്പർട്ടി ഇൻഷുറൻസ്. അപ്പോൾ പ്രോപ്പർട്ടി ഇൻഷുറൻസിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ആൻ ഇൻഷുറർ മേ അറേഞ്ച് എ റീ ഇൻഷുറൻസ് ട്രീറ്റി ഇൻ വിച്ച് ഇറ്റ് റീറ്റെയിൻസ് 55% ഓഫ് പോളിസി പ്രീമിയംസ്, കവറേജ് ലിമിറ്റ്സ് ആൻഡ് ലോസസ് വൈൽ റീഇൻഷുറിംഗ് ദ റിമൈനിങ് 45%. Such a treaty would be called a 45% treaty. Then, because the reinsurer accepts 45% of their liability for such loss exposure subject to treaty. ഇവിടെ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് 55% ഒറിജിനൽ ഇൻഷുറർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് 55% ഓഫ് പോളിസി പ്രീമിയംസ്, അതിൻ്റെ കവറേജ് ലിമിറ്റ്, ലോസുകളെല്ലാം കവർ ചെയ്യുന്നത് ഒറിജിനൽ ഇൻഷുറർ ആയിരിക്കും. ബാക്കി വരുന്ന 45% ആണ് ഈ പറയുന്ന റീ ഇൻഷുററിന് വരുന്ന ബാധ്യത. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 45% ട്രീറ്റി, കോട്ട ഷെയർ ട്രീറ്റിയാണ്. ഓക്കെ, കാരണം എന്താ, 55% ഒരു 100% റിസ്കിൽ 55% ഫസ്റ്റ് ഇൻഷുറർ റീറ്റെയിൻ ചെയ്തു. ദെൻ ബാക്കി വരുന്ന 45% മാത്രമാണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ 45% കോട്ട ട്രീറ്റി എന്നുള്ളതാണ് അവിടെ ഇൻഷുറൻസ് ലയബിലിറ്റി വരുന്നത്. Then next ആണ് surplus share treaty reinsurance. It is one of the 2 forms of pro rata reinsurance, the other being quota share treaty reinsurance. In surplus treaty, the primary insurer cedes only the surplus liability above a specified retention. For example, ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. An insurance company insures a property with a coverage of 50 crore and retain 20 and remaining 30 crore represents the amount covered under the surplus share treaty. ഒരു 50 കോടിയുടെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ളത്. അതിൽ 20 കോടി വരെ ഫസ്റ്റ് ഇൻഷുറർ, ഒറിജിനൽ ഇൻഷുറർ റീറ്റെയിൻ ചെയ്തു. ബാക്കി വരുന്ന 50-ൽ ബാക്കി വരുന്ന 30 ആര് ലോസ് കവർ ചെയ്യണം? ആ 30 crore അല്ലെങ്കിൽ 30 കോടിയുടെ പ്രോപ്പർട്ടിയിൽ വരുന്ന ലോസുകളെ റീ ഇൻഷുററാണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഒറിജിനൽ ഇൻഷുറർ എടുത്തിട്ട് റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി വരുന്നത് ആരാണ്? സർപ്ലസ് വരുന്നത് മാത്രമാണ് അവിടെ റീ ഇൻഷുറർ ഇൻഷുർ ചെയ്യേണ്ടത്. ഓക്കെ,
നെക്സ്റ്റ് ആണ് എക്സസ് ഓഫ് ലോസ് ട്രീറ്റി റീഇൻഷുറൻസ്. ദിസ് ടൈപ്പ് ഓഫ് റീഇൻഷുറൻസ് ഇസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ബിഗ് ലയബിലിറ്റി ഇൻഷുറൻസ് ഫോർ ഒബ്റ്റെയിനിങ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് കാറ്റസ്ട്രോഫിക് ലോസസ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ലോസസ് ഒക്കെ പോലെയുള്ള ബിഗ് ലയബിലിറ്റി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസുകളിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുന്നത്. In this case, the insurer determines a predetermined amount of loss he can bear on each and every loss under a particular class, and if loss exceeds his predetermined amount, then only the insurer bears the excess of loss over a predetermined amount. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഫസ്റ്റ് ഇൻഷുറർ അല്ലെങ്കിൽ ഒറിജിനൽ ഇൻഷുറർ അവർക്ക് എത്ര ലോസ് വരെ അവർക്ക് ക്യാരി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്ത് വെക്കും. ദെൻ അതിൽ കൂടുതൽ ലോസ് വരികയാണെങ്കിൽ മാത്രമായിരിക്കും അവിടെ റീഇൻഷുററുടെ ആവശ്യം വരുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. 150 crore ഒരു ലോസാണ് ടോട്ടൽ. ഓക്കെ, അവിടെ 100 crore വരെ നമ്മളുടെ ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനിക്ക് ബിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, 100 crore വരെയാണ് അവർ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലോസ് വന്നപ്പോൾ 150 crores 150 കോടിയുടെ ലോസ് അവിടെ വന്നു. അപ്പോൾ 100 crore നേരത്തെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 crore ഫസ്റ്റ് വരുന്ന ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഒറിജിനൽ ഇൻഷുറർ കവർ ചെയ്യും. ദെൻ ബാലൻസ് വരുന്ന 50 crore റീഇൻഷുറർ കവർ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഷുററുടെ ലിമിറ്റിൽ കൂടുതൽ വരുന്ന റിസ്കുകൾ അല്ലെങ്കിൽ ലയബിലിറ്റീനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സസ് ഓഫ് ലോസ് ട്രീറ്റി റീഇൻഷുറൻസ് എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെയോ ഒരു അസോസിയേഷനിലെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിലെയോ ആൾക്കാർക്ക് ഒരുമിച്ച് എടുക്കുന്ന ഇൻഷുറൻസ് കോൺട്രാക്റ്റാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയേഴ്സ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു അസോസിയേഷനിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ആ അസോസിയേഷൻ്റെ ഹെഡ് അല്ലെങ്കിൽ ആ അസോസിയേഷൻ്റെ പേരിലെടുക്കുന്ന ഒരു ഇൻഷുറൻസ് ആവാം. ഓക്കെ, ദെൻ അതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് ഇൻഷുറൻസ് കവേഴ്സ് മെനി പേഴ്സൺസ് അണ്ടർ വൺ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ കുറേ പേഴ്സൺസിന് നമ്മൾക്ക് കവർ ചെയ്യാം. അതാണ് മെയിനായിട്ട് ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ മാസ്റ്റർ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഇസ് മെയ്ഡ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് എ ഗ്രൂപ്പ് പോളിസി ഓണർ. അവിടെ ഒരു എംപ്ലോയർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു എംപ്ലോയി ഉണ്ടാവും. എംപ്ലോയിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാസ്റ്റർ എന്ന് പറയുന്നത് എംപ്ലോയർ ആയിരിക്കും. ദെൻ അവിടെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് അതിൻ്റെ താഴെ വരുന്ന എംപ്ലോയീസ് ആയിരിക്കും. ദെൻ ഫോർ എ ബെനിഫിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്, അവിടെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള എംപ്ലോയർ ആയിരിക്കും അവിടെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. എംപ്ലോയിയുടെ കേസിൽ അങ്ങനെയാണ്. ഇൻ കേസ് ഓഫ് അസോസിയേഷൻ ഒക്കെ ആണെങ്കിൽ ആ അസോസിയേഷൻ്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ആ അസോസിയേഷൻ്റെ പേരിലെടുക്കുന്ന ഒരു പോളിസിയാണ്. അസോസിയേഷൻ്റെ ഹെഡായിരിക്കും അവിടെ പോളിസി എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ്, a group insurance usually cost less when compared to insurance purchased individually. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പോളിസീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഇൻഷുറൻസിന്. കാരണം ഇൻഡിവിജ്വൽ ഇൻഷുറൻസിന് നമ്മൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കുറേ ഡോക്യുമെൻറ്റ്സ് സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ പക്ഷേ അങ്ങനെയൊന്നും വരുന്നില്ല. നെക്സ്റ്റ് ആണ് ഇൻഡിവിജ്വൽ എവിഡൻസ് ഓഫ് ഇൻഷുറബിലിറ്റി is usually not required. The insurer is concerned with the insurability of group as a whole and not with the insurability of member within the group. അപ്പോൾ ഇവിടെ ഇൻഷുറബിലിറ്റിക്കുള്ള ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ആ ഇൻഷുറൻസ് എടുക്കാനുള്ള അവരുടെ യോഗ്യത അല്ലെങ്കിൽ അവർ ഇൻഷുറൻസ് എടുക്കാനായിട്ടുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നില്ല. ആ ഫുൾ ഗ്രൂപ്പിന് ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ്, അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് ഇൻഷുറൻസ് പോളിസി എടുക്കാം. Individuals covered under contract receive certificate of insurance as evidence of their coverage. അപ്പോൾ ഓരോ മെമ്പേഴ്സിനും ഇവിടെ അവർ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എവിഡൻസ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. Then, in group insurance, the individual members of a group may become eligible for coverage even after the inception of group contract. In case a group contract cancel ആയാലും ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ മെമ്പർ അതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആയാലും ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ബെനിഫിറ്റ് ആ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള മെമ്പേഴ്സിന് അത് കിട്ടുന്നതായിരിക്കും. Then group insurance plans may be contributory or non-contributory. When members of group pay a portion of or all of the cost of their insurance coverage, it is called a contributory. When the policy holder, that is example the employer, pays the cost, it is called a non-contributory. അപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, കോൺട്രിബ്യൂട്ടറി ആൻഡ് നോൺ കോൺട്രിബ്യൂട്ടറി. ഇൻ കേസ് അവിടുത്തെ ആ മെമ്പേഴ്സ്, അതായത് ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും അവരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻ ആ ഇൻഷുറൻസ് പോളിസിയിൽ പ്രീമിയം പേ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ടറി ഇൻഷുറൻസ് എന്നും,
ഇൻ കേസ് അതിൻ്റെ പോളിസിയുടെ എമൗണ്ട് ഫുള്ള് കൊടുക്കുന്നത് ആ മാസ്റ്റർ, അതായത് ഇപ്പോൾ എംപ്ലോയറുടെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയറാണ് എല്ലാ എമൗണ്ടും പ്രീമിയം എമൗണ്ടുകളും എല്ലാ കോസ്റ്റുകളും മീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിലില്ല എന്നുണ്ടെങ്കിൽ അത് നോൺ കോൺട്രിബ്യൂട്ടറി ആണ്. നെക്സ്റ്റ് ആണ് ബെനിഫിറ്റ് ഓഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ്. ബെനിഫിറ്റ് ടു എംപ്ലോയീസ് ഉണ്ട്, ബെനിഫിറ്റ് ടു എംപ്ലോയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വരുന്നത് ബെനിഫിറ്റ് ടു എംപ്ലോയീസ്. The major benefit of group insurance for employees is that low cost of policy compared to individual insurance policy. ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പോളിസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കോസ്റ്റ് കുറവാണെന്നുള്ളതാണ് എംപ്ലോയീസിനുള്ള ഒരു ബെനിഫിറ്റ്. ദെൻ നെക്സ്റ്റ്, group insurance is the most popular employee benefit plan. It is beneficial to those employees who are unable to obtain individual insurance policy for oneself because of its high cost. അപ്പോൾ കോസ്റ്റ് കൂടുതൽ കാരണം ഇൻഡിവിജ്വൽ ആയിട്ടൊരു പേഴ്സണിന് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റാത്ത ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസിയുടെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് പോളിസിയാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഓക്കെ, അതായത് സിംഗിളായിട്ട് എടുക്കുന്നതിനുള്ള എക്സ്പെൻസ് അവർക്ക് വരുന്നില്ല, ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോൾ അവർക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റും കുറവായിരിക്കും. Then the employees under group insurance plan can avail benefit of tax deduction by contributing to group insurance policy. അപ്പോൾ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയിൽ പ്രീമിയം പേ ചെയ്യുന്നുണ്ട്, അതായത് നേരത്തെ പറഞ്ഞു കോൺട്രിബ്യൂട്ടറി ആൻഡ് നോൺ കോൺട്രിബ്യൂട്ടറി ഉണ്ടെന്ന്. ഇൻ കേസ് കോൺട്രിബ്യൂട്ടറി ആണ്, അതായത് എംപ്ലോയീസ് അവരുടെ ഒരു സാലറിയുടെ പോർഷൻ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യാൻ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ നിന്നും അവർക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ബെനിഫിഷ്യൽ ടു എംപ്ലോയേഴ്സ്. Many employers provide group insurance to their employees in the form of additional benefit to retain them for longer period of time. Then group insurance not only increases retention ratio among employees and also their productivity and morale. അപ്പോൾ എംപ്ലോയീസിന് എങ്ങനെയാണ് ബെനിഫിറ്റ് വരുന്നത്? എംപ്ലോയീസിന് അവരുടെ എംപ്ലോയീസിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് ഈ ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അവർക്കൊരു അഡീഷണൽ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ എംപ്ലോയീസിനെ അവരുടെ കമ്പനിയിൽ തന്നെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിന് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുമ്പോൾ അവർക്ക് ആ കമ്പനിയോടുള്ള ഒരു വിശ്വസ്തതയും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം പ്രൊമോട്ട്സ് ദ പബ്ലിക് ഇമേജ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ അത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇമേജ്, ഓർഗനൈസേഷനിലെ സൊസൈറ്റിയിലുള്ള ഒരു ഇമേജ് ഇൻക്രീസ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. താങ്ക് യു.